ഹലോ ഗൈസ്, ഞാൻ കരുതി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിക്കാം. കണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബോറടിക്കില്ലേ. സോ ഞാൻ ഇന്ന് എൻ്റെ ഓഫീസിലെ മുകളിലത്തെ നിലയിലോട്ട് വന്നേ. ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ മൈ യെല്ലോ ഫാം. അമ്മമാർക്കും ചേച്ചിമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അടിപൊളി എൻ്റെ ഒരു വുമൻസ് ഡേ വിഷസ് ഫ്രം മൈ ഹാർട്ട്. നമ്മൾ പെണ്ണുങ്ങളെ സൂപ്പറാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടിയും എന്തൊക്കെ കാര്യങ്ങളിൽ കൂടിയല്ലേ നമ്മൾ കടന്നു വന്നേ. ജനിച്ച് വീഴുന്നു, കുറച്ച് കാലം വീട്ടുകാരുടെയൊക്കെ പുന്നാരം, അത് കഴിഞ്ഞ് പഠിക്കാൻ കയറി, പിന്നെ നമ്മളൊരു ഇച്ചിരി മെച്യൂരിറ്റി ആകുമ്പോൾ വീട്ടിൽ കുറേ പണികളും കാര്യങ്ങളും ചെയ്യണം, അതിൻ്റെ കൂടെ പഠിപ്പും കാര്യങ്ങളും നമ്മൾ നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ വലിയ വലിയ കോളേജ് ലെവലിൽ പോകും. അപ്പം തൊട്ട് തുടങ്ങും ചോദ്യം, കല്യാണം ആയില്ലേ എന്ന്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഈ കല്യാണ പ്രഷറിൽ നമ്മൾ കോളേജ് പഠനം പഠിച്ചു തീരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ജോലിക്ക് നടക്കും. ദൂരെയൊന്നും വിടില്ലേ, അടുത്തൊക്കെ വിടും. ഉള്ള സാലറിയിൽ അടുത്ത സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞൊന്ന് സ്വരത്തോടു കൂടി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴേക്ക് കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ നോക്കണം. പിന്നെ കുട്ടീനെ നോക്കുന്ന സമയത്ത് വീട് നോക്കുന്ന സമയത്ത് ഭർത്താവ് നോക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കുടുംബം നോക്കണം, പിന്നെ നമ്മുടെ കുടുംബം നോക്കണം. ഇറ്റ് ഗോസ് ലൈക്ക് എ സർക്കിൾ. പിന്നെ നമ്മൾ വയസ്സാവും. വീട് മാത്രം നോക്കിയാൽ പോരോ, വീടിൻ്റെ വൃത്തി, ചെടി, ചുറ്റ്, പച്ചക്കറി, അത് ഇത്. സോ ഗൈസ്, ആസ് എ വുമൻ വി ആർ പവർഫുൾ. മൾട്ടി ടാസ്കിങ് ചെയ്യാൻ നമ്മളോളം കഴിവുള്ള ആറുണ്ടെങ്കിൽ. സോ ടു ഓൾ മൈ ഹാപ്പി വുമൻസ്, ബി പ്രൗഡ് ദറ്റ് യു ബോൺ ആസ് എ ബ്യൂട്ടിഫുൾ daughter, beautiful girl, and now a beautiful woman, beautiful mother. സോ ഈ വുമൻസ് ഡേയിൽ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ദ ഫസ്റ്റ് തിങ്, ഒരു വുമൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. സ്വന്തമായിട്ട് ഏൺ ചെയ്ത് കയ്യിൽ 2 പൈസ ഉണ്ടെങ്കിൽ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റണമെന്നില്ല, പുറത്ത് പോകാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. സോ എവറിബഡി ബി എ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് വുമൻ. ആൻഡ് ദ സെക്കൻഡ് തിങ്, ലേൺ ടു സേ നോ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളല്ലേ, എന്നോ പറയാം, പക്ഷെ ദിസ് ഈസ് വെരി പവർഫുൾ. മിക്ക ലേഡീസിൻ്റെ ലൈഫിലും പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്. നോ പറയേണ്ട സമയത്ത്, പറയേണ്ട സാഹചര്യത്തിൽ നോ പറയില്ല. സോ അതിന് ഇനി നമ്മൾ കറേജസ് ആവണം. ആൻഡ് ദ തേർഡ് തിങ് ഈസ് ലിവ് ഫോർ യു. ദിവസങ്ങളും സമയങ്ങളും മണിക്കൂറുകളും ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ ചെയ്ത് തീർക്കേണ്ട കടമകളും ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളാക്കി നിർത്തുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അല്ലേ. ആ കാര്യങ്ങളിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യാം. അതിൽ നമ്മളുടെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റും. ബക്കറ്റ് ലിസ്റ്റ് ഇല്ലാത്ത ഒരു സ്ത്രീകളും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ജീവിതം കഴിയുന്നതിന് മുമ്പ് അച്ചീവ് ചെയ്യാൻ നോക്കണം. കയ്യിലുണ്ടാകുന്ന പൈസയ്ക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കോളി. അതിപ്പോൾ വേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹമൊന്നും ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നില്ല. ആരോഗ്യം മറന്നേ പണി ചെയ്യരുത്, കാരണം ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ്. ആരോഗ്യം മറന്ന് പണി ചെയ്ത് നമ്മൾ വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ എന്താവുന്നു ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും തീരില്ല. സോ ടു ഓൾ മൈ ഹാപ്പി വുമൻസ്, ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, ബി ഹാപ്പി ഓഫ് യുവർ സെൽഫ്, ആൻഡ് I love you all.